അങ്ങനെ നമ്മൾ അടുത്തൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഹീറോയുടെ എക്സ്പൾസ് ഡെക്കാർ എഡിഷൻ ആട്ടാ. ഡെക്കാർ റാലിയിൽ അവർ പ്രൈസ് അടിച്ചതിന് ശേഷം അങ്ങനെ ഒരു എഡിഷൻ നമ്മുടെ ഈ ഒരു എക്സ്പൾസിൽ കൊണ്ടുവന്നേക്കാണ്. ആ ഒരു എഡിഷനാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത്. നമ്മളിന്ന് ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമോ എന്തായാലും വീഡിയോ ഒക്കെ. അപ്പൊ അതേപോലെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഏരിയ. ആദ്യം തന്നെ അത്യാവശ്യം നല്ലൊരു വൈസർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള വണ്ടിക്കകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വൈസറാണ്, പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. നോർമലി ഇനി അഴിച്ച് മേളിലേക്ക് പൊക്കി വെക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് കൈകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിലേക്ക് ഒരു ഫുള്ളി LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ഇതിന്റെ DRLs ഒന്ന് തെളിച്ച് കാണിക്കാം. ഇതാണ് ഇതിന്റെ DRLs വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാസ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഹൈ ബീം ലോ ബീം എല്ലാം ഇതിനകത്ത് തന്നെ കേട്ടോ. രണ്ടിലും കൂടി വന്നേക്കാം. നമുക്ക് താക്കോലം അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കേട്ടോ. ഇവിടെ ഏട്ടാ അതിന്റെ മേളിലൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് ഒരു ഡാർക്ക് കളറാണ് കൊടുത്തേക്കണം കേട്ടോ. എനിക്കൊന്ന് ഒരു ഡെക്കറേഷൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ടാണ് ഇവിടുന്നേ മൽഗാട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഡെക്കാർ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ LED ഇൻഡിക്കേറ്റർ ആട്ടോ വന്നേക്കണം. നേരെ റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടെയായിട്ടൊരു നമ്മുടെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ABSന്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിംഗിൾ ചാനൽ ABS ആണ്. ഇത് നമ്മുടെ ഡെക്കാറിന്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹീറോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഗ്രേയും ബ്ലാക്കും കൂടി ചേർന്നൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. പിന്നെ താഴത്തേക്ക് വരാനകത്ത് 4V എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതായത് 200 4V ആണ് വണ്ടി. പിന്നെ ഡെക്കാർ എഡിഷൻ ആയതുകൊണ്ട് റാലിയുടെ ഒരു പടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ വേറൊന്നും ഈ സൈഡിൽ നിന്ന് പറയാനായിട്ടില്ല. താഴത്തേക്ക് വരാൻ നേരത്ത് എക്സ്പൾസ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ ഈ സൈഡിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആട്ടോ ഈ ഡെക്കാർ എഡിഷന്റെ. ഇവിടെ ആയിട്ടൊരു എയറിൻ്റെയൊക്കെ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഫേക്കാണ്, ഇത് വെറുതെ കൊടുത്തേക്കുന്ന ഒരു ഡിസൈൻ മാത്രമാണ്. നേരെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാൻ നേരത്ത് ഗ്രാബ് റെയിൽ കണ്ടോ. നല്ല കിടിലൻ ഗ്രാബ് റെയിലാണ്. അടിപൊളിയാട്ടോ. നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. പുറകെ ഇരിക്കുന്ന ഒരാൾക്ക് പിടിച്ചിരിക്കാം. സിംഗിൾ ആയിട്ടുള്ള ഒരു സീറ്റ് ആയതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്ന ആള് നല്ലോണം പിടിച്ചിരിക്കേണ്ടതാണ്. ഫ്രണ്ടിലേക്ക് ഊർന്നു പോകും. പോരാത്തന്നെ ഇതൊരു വള്ളം പോലെ ഇരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. ബാക്കിൽ ഇരിക്കുന്ന ആള് ഫ്രണ്ടിലേക്ക് എന്തായാലും തന്നെ വന്നിട്ടിരിക്കട്ടെ. പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ബ്രേക്ക് ലൈറ്റ് ആണ്. ഈ ഒരു വണ്ണമുണ്ട് കേട്ടോ ബ്രേക്ക് ലൈറ്റിന്. ഇവിടെ ആയിട്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റ് LED ഇൻഡിക്കേറ്റർ ആണ്. ഇതും LED ആണ് കേട്ടോ. നമ്മുടെ ബ്രേക്ക് ലൈറ്റും LED ആണ്. ഹീറോ എന്നൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് യൂണിറ്റ്. എൻ്റെ മേളിലായിട്ടൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ റിഫ്ലക്ടർ. നോർമലി എല്ലാ വാഹനങ്ങൾക്കകത്ത് വരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ കീ ഹോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീറ്റ് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സാരി കാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓഫ് റോഡിന് പോകുന്ന സമയത്ത് സാരി കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഫുള്ള് അഴിച്ചു മാറ്റേണ്ടി വരും. ഇവിടെ ആയിട്ട് ഡ്രീം ഡെയർ ലീവിറ്റ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഡെക്കാറിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ള വണ്ടികൾക്കകത്ത പോലെ അല്ല, ഇതിനകത്തുള്ള നമ്മുടെ ഈ റബ്ബർ ബുഷ്, അതായത് നമ്മുടെ ഈ ഫുഡ് റെസ്റ്റിനുമുള്ള റബ്ബർ നമുക്ക് ഊരി മാറ്റിയിട്ട് വേറെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഹാൻഡിൽ ഏരിയ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ആയിട്ട് നമുക്ക് പാസ് സ്വിച്ച് വന്നിട്ടുണ്ട്. ഹൈ ബീം ലോ ബീം വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഫോർവേഡ് ഇൻഡിക്കേറ്റർ, അതായത് ഹസാർഡ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഹോൺ വന്നിട്ടുണ്ട്. ഹോണിന്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കുഴപ്പമില്ല, ചെറിയൊരു ഹോണാണ്. ഇവിടെ ആയിട്ട് സെൽഫ് സ്റ്റാർട്ട്, എഞ്ചിൻ കിൽ സ്വിച്ച് എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ ആണ് ഇങ്ങനെ വരുന്നത്. ഇത് എല്ലാ വണ്ടിക്കകത്ത് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നല്ല കാര്യമായിരിക്കും. കാരണം ഒറ്റ ഇതിൽ തന്നെ എല്ലാം കൂടി വന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. നമുക്ക് തനിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ആട്ടെ ഇത്. പിന്നെ നമ്മുടെ കീ ഹോളിന്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് അടച്ചു വെക്കണമായിരിക്കും ഫുള്ള്. ഇതിനകത്ത് വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സെറ്റും മോറും കൊടുത്തിട്ടുണ്ട്. അതായത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഓപ്ഷൻ, സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടൈം, അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ട് ABSന്റെ ചിഹ്നം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് വെച്ചേക്കണോണ്ടാണ് ഈ സിമ്പിൾ കാണിക്കുന്നത്. എഞ്ചിന്റെ വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. നാവിഗേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും കോളും SMS ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അലർട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കാണിക്കും കേട്ടോ ഫുള്ളായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ വരാം. ഇതൊരു എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിൻ ആട്ടോ ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. 4 വാൽവ് സിംഗിൾ സിലിണ്ടർ ആണ്
ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത് 199 cc കേട്ടോ. അതായത് ഒരു 200 cc ഒരു cc കുറവാണ്. മാക്സിമം ടോർക്ക് വരുന്നത് 6500 RPM-ൽ 17 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്യൂൽ ഇഞ്ചക്ടർ ആണ് കേട്ടോ വണ്ടി. കിക്കറും സെൽഫും വരുന്നുണ്ട്. മിക്ക ബൈക്കിനകത്ത് നമുക്ക് കിക്കർ വരാറില്ല, സെൽഫ് മാത്രമേ വരാറുള്ളൂ. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 ലിറ്റർ ആട്ടോ. കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 36 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 885 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 270 mm, ടോട്ടൽ കാർബ് വെയിറ്റ് വരുന്നത് 161 കിലോഗ്രാം ആണ്. ഫ്രണ്ട് ബ്രേക്ക് ഡയമെൻഷൻ വരുന്നത് 276 mm, ബാക്കിലെ ഡയമെൻഷൻ വരുന്നത് 220 mm ആണ്. ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 135 കിലോമീറ്റർ ആട്ടോ കമ്പനി പറയുന്നത്. 19 HP പവർ ആണ്. ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് 250 mm, ബാക്കിലെ സസ്പെൻഷൻ വരുന്നത് 220 mm. ഫ്രണ്ടിലെ വീൽ സൈസ് വരുന്നത് 90 ആണ്. ബാക്കിലെ വീൽ സൈസ് വരുന്നത് 120 ആണ്. അപ്പൊ ഇത്രയാണ് ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളും. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. എന്റെ ഫോർവേഡ് ഇൻഡിക്കേറ്ററും കൂടി ഒന്ന് വിളിച്ച് കാണിച്ചേക്കാം. ഫാസ്റ്റ് ലൈറ്റും കൂടി അടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.